നമസ്കാരം സുഹൃത്തുക്കളെ. 2026 ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് സിയിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടങ്ങളിലൊന്നായിരുന്നു ബ്രസീലും മൊറോക്കോയും തമ്മിലുള്ള മത്സരം. ആവേശം നിറഞ്ഞ ഈ മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി 1-1 സമനിലയിൽ പിരിഞ്ഞു. പരിക്കിനെ തുടർന്ന് ബ്രസീലിന്റെ സൂപ്പർ താരം നെയ്മർ ഈ മത്സരത്തിൽ കളിച്ചിരുന്നില്ല. അതിനാൽ ടീമിന്റെ ആക്രമണ ചുമതല പ്രധാനമായും വിനീഷ്യസ് ജൂനിയറിനും റാഫിഞ്ഞയ്ക്കുമായിരുന്നു. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ മൊറോക്കോ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 21-ാം മിനിറ്റിൽ ഇസ്മായിൽ സൈബാരി നേടിയ അതിമനോഹര ഗോൾ മൊറോക്കോയെ മുന്നിലെത്തിച്ചു. ബ്രസീലിന്റെ പ്രതിരോധത്തിലെ പിഴവുകൾ മുതലെടുത്തായിരുന്നു ആ ഗോൾ. എന്നാൽ ബ്രസീൽ അധികനേരം പിന്നിലായില്ല. 32-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ തന്റെ വ്യക്തിഗത മികവ് പുറത്തെടുത്ത് മനോഹരമായ ഒരു ഗോൾ നേടി സ്കോർ 1-1 ആക്കി. ലോകകപ്പിലെ ബ്രസീലിന്റെ ആദ്യ ഗോൾ കൂടിയായിരുന്നു അത്. രണ്ടാം പകുതിയിൽ ബ്രസീൽ കൂടുതൽ പന്തടക്കം നേടിയെങ്കിലും നിർണായക അവസരങ്ങൾ ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല. മറുവശത്ത് മൊറോക്കോ മികച്ച പ്രതിരോധവും കൗണ്ടർ അറ്റാക്കുകളും നടത്തി ബ്രസീലിനെ സമ്മർദ്ദത്തിലാക്കി. ഗോൾ കീപ്പർ ബോണോയും അലിസണും മികച്ച സേവുകളുമായി ടീമുകളെ മത്സരത്തിൽ നിലനിർത്തി. കാർലോ അൻസലോട്ടിയുടെ ലോകകപ്പ് അരങ്ങേറ്റ മത്സരമായിരുന്നു ഇത്. ബ്രസീലിന്റെ മിഡ്ഫീൽഡിലും പ്രതിരോധത്തിലും ചില പോരായ്മകൾ വ്യക്തമായി കാണപ്പെട്ടപ്പോൾ മൊറോക്കോ വീണ്ടും ലോക ഫുട്ബോളിലെ ശക്തരായ ടീമുകളിൽ ഒന്നാണെന്ന് തെളിയിച്ചു. മത്സരത്തിലെ താരങ്ങൾ ഇസ്മായിൽ സൈബാരി മൊറോക്കോ, ബോണോ മൊറോക്കോ ഗോൾ കീപ്പർ, പിന്നെ ബ്രസീലിന്റെ വിനീഷ്യസ് ജൂനിയർ എന്നിവരാണ്. അവസാനം ഇരു ടീമുകളും ഓരോ പോയിന്റ് വീതം സ്വന്തമാക്കിയപ്പോൾ ഗ്രൂപ്പ് സിയിലെ പോരാട്ടം കൂടുതൽ ആവേശകരമായി മാറിയിരിക്കുകയാണ്. അടുത്ത മത്സരത്തിൽ ബ്രസീൽ ഹെൽത്തിയെയും മൊറോക്കോ സ്കോട്ട്ലൻഡിനെയും നേരിടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടുതൽ ലോകകപ്പ് അപ്ഡേറ്റുകൾക്കായി അഖിൽ എക്സ്പ്ലോറിനോടൊപ്പം തുടരൂ. നന്ദി.